നമ്മുടെ കോമ്പറ്റീറ്റേഴ്സോ നമുക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡുകളോ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ ആയിട്ട് റൺ ചെയ്യുന്ന ആഡുകൾ ഏതാണെന്ന് അറിയാനായിട്ട് ഫേസ്ബുക്ക് തന്നെ നമുക്കൊരു ഫ്രീ ടൂള് തന്നിട്ടുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? വെൽക്കം ടു ഡേ 15 ഓഫ് ലേണിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ത്രൂ റീൽസ്. അപ്പോൾ നമ്മൾ ഈ ഫ്രീ ടൂള് നമുക്ക് കിട്ടാനായിട്ട് ഗൂഗിളിലേക്ക് വരിക. ഗൂഗിൾ വന്നതിന് ശേഷം ആഡ്സ് ലൈബ്രറി എന്ന് സെർച്ച് ചെയ്യാം. ആഡ്സ് ലൈബ്രറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കാണിക്കുന്ന ഓപ്ഷൻ ദ മെറ്റ ആഡ് ലൈബ്രറി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലിങ്കിലോട്ട് നമ്മൾ പോവുക. മെറ്റയുടെ ആഡ് ലൈബ്രറി എന്ന് പറഞ്ഞ പേജിലോട്ട് നിങ്ങൾ എത്തുന്നതായിരിക്കും. അടിയിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സെർച്ച് ആഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമുക്ക് ലൊക്കേഷൻ, ആഡ് കാറ്റഗറി, പിന്നെ ചൂസ് ആൻ ആഡ് കാറ്റഗറി എന്ന് പറഞ്ഞിട്ട് 3 ഓപ്ഷൻസ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇതിൽ നമ്മൾ ലൊക്കേഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ കറൻ്റ്ലി നമുക്ക് ഇന്ത്യ ഓൾറെഡി ഇതിൽ കാണുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് സ്പെസിഫിക് കൺട്രീസ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. എല്ലാ കൺട്രീസും നമുക്ക് ഇവിടെ ഉണ്ടാവും. അതല്ല ഗ്ലോബലി ആണ് നോക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഓൾ എന്നുള്ള ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ആഡ് കാറ്റഗറിയാണ്. ആഡ് കാറ്റഗറിയിൽ 2 ഓപ്ഷൻസ് ആണുള്ളത്. നമുക്ക് ഓൾ ആഡ്സും ഉണ്ട്, അതേപോലെ ഇഷ്യൂസ്, എലക്ഷൻസ് ഓർ പൊളിറ്റിക്സ്. ഇതൊന്നുമല്ല എന്തെങ്കിലും ഇഷ്യൂസോ അല്ലെങ്കിൽ എലക്ഷൻ ബേസ്ഡ് ആഡ്സോ അല്ലെങ്കിൽ പൊളിറ്റിക്കലി എന്തെങ്കിലും ബേസ്ഡ് ആയിട്ടുള്ള ആഡ്സ് കാണാനാണെങ്കിലാണ് ഇത് വരുന്നത്. യൂഷ്വലി നമുക്ക് എപ്പോഴും ഓൾ ആഡ്സ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. അത് രണ്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി സെർച്ച് ബൈ കീവേഡ് ഓർ അഡ്വർടൈസർ എന്ന് പറയുന്നുണ്ട്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് കാണേണ്ട ആഡ്സ് ഒരു സ്പെസിഫിക് കീവേഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. അതല്ലെങ്കിൽ ഒരു സ്പെസിഫിക് അഡ്വർടൈസറുടേതോ നിങ്ങളുടെ കോമ്പറ്റീറ്ററുടെയോ പേരാണെന്നുണ്ടെങ്കിൽ അത് നമുക്കിവിടെ കൊടുക്കാം. ഫോർ എക്സാമ്പിളായിട്ട് ഞാനിവിടെ നൈക്ക് എന്ന് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് നൈക്കിൻ്റെ കുറേ അഡ്വർടൈസിങ് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഞാൻ നൈക്കിൻ്റെ ഗ്ലോബൽ നൈക്ക് പേജ് സെലക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഒന്ന് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നൈക്ക് കറൻ്റ്ലി റൺ ചെയ്യുന്ന എല്ലാ ആഡുകളും നമുക്ക് ഗ്ലോബലി ഇവിടെ കാണാൻ പറ്റും. നോക്കിക്കഴിഞ്ഞാൽ 1900 റിസൾട്ട്സാണ് ഇപ്പോൾ കറൻ്റ്ലി നമുക്ക് ആക്റ്റീവായി കിട്ടുന്നത്. ലോഞ്ച്ഡ് ജാനുവരി 2026. ഈ ജാനുവരി 2026 മുതൽ റൺ ചെയ്യുന്ന ഇതിൽ ആക്റ്റീവായിട്ടുള്ള ആഡ്സുകളാണെങ്കിൽ ഇവിടെ ടോപ്പിലായിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. ഇതിൽ ഓരോ ആഡിലും നമുക്ക് എന്ത് കാണുന്നുണ്ട്, അത് എപ്പോൾ റൺ ആവാൻ തുടങ്ങിയെന്ന് കാണിക്കുന്നുണ്ട്, ഏതൊക്കെ പ്ലാറ്റ്ഫോംസിലാണ് ഇപ്പോൾ റൺ ചെയ്യുന്നതെന്ന് കാണിക്കുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ സി ആഡ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇതിൽ സ്ക്രോൾ ചെയ്ത് പോകണമെങ്കിൽ നമുക്കിതിൽ വീഡിയോസും കാണാൻ പറ്റുന്നുണ്ടാവും, പോസ്റ്റേഴ്സും കാണാൻ പറ്റുന്നുണ്ടാവും. അതുപോലെ പുതിയതായിട്ട് ആഡ്സ് ലൈബ്രറി കൊണ്ടുവന്നൊരു ഫീച്ചറാണ് ലോ ഇംപ്രഷൻ കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ചില ആഡുകളുടെ മുകളിൽ ഒരു വാർണിംഗ് മെസ്സേജ് കാണിക്കുന്നുണ്ടാവും. അതായത് ഈ കോമ്പറ്റീറ്ററിൻ്റെ ആഡിന് ഇംപ്രഷൻസ് കുറവാണെന്ന് നമുക്ക് കാണിച്ചു തരികയാണ്. അപ്പോൾ നമ്മളത് ട്രൈ ഔട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു മെസ്സേജ് കൂടി നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടുന്നുണ്ട്, ആഡ്സ് ലൈബ്രറി നമുക്ക് തരുന്നുണ്ട്. ഇനി നമുക്കിതിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആഡ് എടുത്തിട്ട് അതിൻ്റെ സി ആഡ് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലായിട്ട് നമുക്കതിൻ്റെ അഡ്വർടൈസർ ആരാണെന്നുള്ളതും ഈ ആഡിൻ്റെ ടൈറ്റിലും അതിൻ്റെ ഡിസ്ക്രിപ്ഷനും അതിൻ്റെ മൾട്ടിപ്പിൾ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഇപ്പോൾ ഇത് നമ്മളൊരു സ്പെസിഫിക് ബ്രാൻഡിനെയാണ് നമ്മൾ സെർച്ച് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ നമുക്ക് ഫിൽറ്റർ ഓപ്ഷൻസ് ഉണ്ട്. ഫിൽറ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലായിട്ട് നമുക്ക് ഏതൊക്കെ ലാംഗ്വേജസിലാണ്, ഇംഗ്ലീഷ്, പോർച്ചുഗീസ്, സ്പാനിഷ് എന്നുള്ള ലാംഗ്വേജസ് എല്ലാം അവിടെ കാണിക്കുന്നുണ്ട്. ഏതൊക്കെ പ്ലാറ്റ്ഫോംസിലത്തെ ആഡുകളാണ് നമുക്ക് കാണേണ്ടത്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, മെസ്സഞ്ചർ, വാട്സപ്പ്, ഈ ഓപ്ഷൻസ് എല്ലാം നമുക്കിവിടെ കാണുന്നുണ്ട്. ആക്റ്റീവായിട്ടുള്ള ആഡ്സ് ആണോ കാണുന്നത് അതോ ഇൻആക്റ്റീവായിട്ടുള്ള ആഡ്സോ, അത് രണ്ടും കാണാമോ എന്നുള്ള ഓപ്ഷൻ നമുക്ക് അവിടെ ഉണ്ട്. അതുപോലെ മീഡിയ ടൈപ്സ് ഉണ്ട്. നമുക്ക് ഇമേജസ് ആണോ, മീംസ് ആണോ, അതല്ലെങ്കിൽ വീഡിയോസ് ദാറ്റ് കണ്ടെയ്ൻ ടെക്സ്റ്റ് ആണോ, അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം എന്ത് വരുന്നുണ്ട്, മീഡിയ ടൈപ്പിൽ വരുന്നുണ്ട്. അതുപോലെ ഇംപ്രഷൻസ് ബൈ ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്കൊരു ഡേറ്റിൻ്റെ റേഞ്ച് സെലക്ട് ചെയ്യാം, എപ്പോൾ മുതൽ ആഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏത് വരെ അവർ ആഡ് റൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ്. കാരണം നമുക്കൊരു 2-3 മാസമൊക്കെ ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ഒരു കോമ്പറ്റീറ്റർ ഒരു ആഡ് റൺ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അവർക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ആഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഫിൽട്ടർ ഓപ്ഷൻസിൽ വന്നിട്ട് ഈ ഒരു ഇംപ്രഷൻസ് ബൈ ഡേറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 3-4 months ഒക്കെ അവർ കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്ത ആഡുകൾ മാത്രം ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാണിച്ചത് സെർച്ചിങ് ബൈ ബ്രാൻഡാണ്. ഇനി ഞാൻ ഇവിടുന്ന് നൈക്ക് ഒഴിവാക്കിയിട്ട് നൈക്കിന് പകരം സ്പോർട്സ് ഷൂസ് എന്ന് ഞാനുള്ളൊരു കീവേഡ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ സ്പോർട്സ് ഷൂസ് എന്ന കീവേഡ് യൂസ് ചെയ്തുകൊണ്ട് റൺ ചെയ്യുന്ന എല്ലാ ബ്രാൻഡുകളുടെ ആഡുകൾ ഗ്ലോബലി എനിക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദി ആയിട്ടും ബംഗ്ലാദേശായിട്ടും അതേപോലെ UK ബേസ്ഡ് ആയിട്ടുള്ളത്, ചൈനീസ് ആയിട്ടുള്ളത്, ഈ കമ്പനികളിലൊക്കെ ഗ്ലോബലി റൺ ചെയ്യുന്ന സ്പോർട്സ് ഷൂസ് എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡിൽ വരുന്ന ആഡുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ 2 തരത്തിൽ കണ്ടു. ഒന്ന് നമ്മൾ എന്ത് ചെയ്തു, ബ്രാൻഡ് നെയിം സെർച്ച് ചെയ്ത് കൊടുത്തു അല്ലേ, നമ്മൾ നൈക്ക് എന്ന് സെർച്ച് ചെയ്തിട്ട് നൈക്ക് റൺ ചെയ്യുന്ന ആഡ്സ് കണ്ടു. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു,
ബ്രാൻഡ് നെയിം കൊടുക്കുന്നതിന് പകരം നമ്മൾ കീവേഡാണ് കൊടുത്തത്. കീവേഡ് കൊടുത്തിട്ട് ആ കീവേഡിന് ഗ്ലോബലി റൺ ചെയ്യുന്ന എല്ലാ ആഡുകളും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് മെറ്റയുടെ സൈഡിൽ നിന്ന് വരുന്നുള്ള ഫ്രീ ടൂള് ആഡ്സ് ലൈബ്രറി വരുന്നത്. നാളത്തെ ക്ലാസ്സിൽ നമ്മൾ ഗൂഗിളിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു ഫ്രീ ടൂളായിരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ കീപ് വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ടിൽ ദെൻ ഫോളോ us.